ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഷാഹി പനീറാണ് കേട്ടോ. ഇതൊരു കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്, പക്ഷേ നമുക്ക് നാനിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കപ്പോൾ ഷാഹി പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 200 ഗ്രാം പനീർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള അരിഞ്ഞ് വെള്ളത്തിൽ വേവിച്ചത്, ഒരു 5 മിനിറ്റ് ഇട്ട് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ സവോള ഒന്ന് മിക്സിയിൽ ആദ്യം തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. സവോള മാത്രം അരച്ചെടുക്കാം കേട്ടോ. സവോള ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ സവോള അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആയി തന്നെ ഒരു 10 ബദാം വെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെ കിസ്മിസ് ഉണ്ടല്ലോ, യെല്ലോ കളറിലുള്ളത്, ആ കിസ്മിസും 10 എണ്ണം, അണ്ടിപ്പരിപ്പും 10 എണ്ണം, ഇതെല്ലാം വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒരു 2 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുതിർത്ത് വെച്ച നട്ട്സ് എല്ലാം ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളെ കയ്യിൽ കസ്കസ് ഉണ്ട് എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കസ്കസ് ഇല്ല, അത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ തേങ്ങ ചേർക്കൂ എന്നുള്ളത്. പക്ഷേ ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റിനുള്ള ഡിഫറൻസ് വരുന്നില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. അപ്പോൾ കസ്കസ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. കസ്കസ് ഉണ്ട് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം ഈ നട്ട്സിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല മഷി പോലെ അരയ്ക്കണം. ഇനി അടുത്തതായി നമുക്ക് ഒരു ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 വഴനിയില, അതുപോലെ ഒരല്പം കുരുമുളക്, ഒരു കഷ്ണം പട്ട, പിന്നെ 4 ഗ്രാമ്പൂ. ഇതിൽ ഏലക്കായ മാത്രം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം നമുക്ക്. ഇതൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവോള ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് ഇതിലേക്ക് ഇടുന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഈ സവോളയുടെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഞാനൊരു 3 പച്ചമുളക് നടുകെ പിളർന്നതും, ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സും ഒരല്പം തേങ്ങയും കൂടി അരച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുറുക്കി ഇങ്ങനെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചൊന്ന് എടുക്കണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത ആ നട്ട്സിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇവിടെ നല്ല വരണ്ട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈരിന് അധികം പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പുളി തീരെ കുറവുള്ള തൈര് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ തൈരും കൂടെ ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഇതെല്ലാം തമ്മിൽ യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പിഞ്ച് കുങ്കുമപ്പൂവ് എടുത്തിട്ട് ഒരു 1/2 കപ്പ് പാലിൽ 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തതാണ് ഇത്. ഇപ്പം നിങ്ങളെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ചെയ്താലും മതി. ഇപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ കറിയിലേക്ക് ഞാൻ ഒരല്പം കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ അരിപ്പയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് കറിയിൽ വീഴുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നൈസ് പൊടി മാത്രമേ ഇതിലേക്ക് വീഴുള്ളൂ. ഞാനപ്പോൾ കസൂരി മേത്തി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ പൊടിച്ചെടുത്തത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ എടുത്തു വെച്ച 200 ഗ്രാം പനീർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഞാനിവിടെ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി, അങ്ങനെ ടോട്ടൽ 2 കപ്പ് പാലും വെള്ളം കൂടി മിക്സ് ചെയ്തത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം. ഇപ്പം ഇതിലേക്ക് എനിക്ക് ആവശ്യം 1 കപ്പ് പാല് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി 1 കപ്പ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം നമുക്ക്. ഇതൊന്നും ഒരു കുറുകിയ പോലത്തെ കറിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തിളച്ച് വേവട്ടെ കേട്ടോ. ഇപ്പം നമ്മളെ കറി ഇവിടെ പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിനി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഷാഹി പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഹെവി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അങ്ങനെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഫ്രഷ് ക്രീം ചേർക്കുന്ന പോർഷൻ ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ഷാഹി പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നാൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.